ഇന്ന് രാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പേ ഈ ഒരു വചനം ഒന്ന് വായിച്ച് പ്രാർത്ഥിക്കണേ. പ്രഭാഷകന്റെ പുസ്തകം 51:30. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക: നിശ്ചിത സമയത്തിന് മുമ്പ് നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുവിൻ, യഥാകാലം കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പൂർത്തിയാക്കേണ്ട കുറച്ച് കാര്യങ്ങളില്ലേ. നമുക്ക് പഠിത്തം ഉണ്ടാകും, ജോലി, മറ്റു കാര്യങ്ങൾ എന്ത് തന്നെ ആവട്ടെ, നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ചില സമയത്ത് നമുക്കിങ്ങനെ ഒരു മടി വരും, ഒരു പിന്നോട്ട് വലിയാൻ വേണ്ടിയിട്ട്. തുടക്കത്തിലുണ്ടായ ഒരു തീക്ഷ്ണത ചിലപ്പോൾ കുറഞ്ഞു പോയേക്കാം. ഇപ്പോൾ പുതുവർഷം 2026 ആദ്യത്തെ ദിവസം ഉണ്ടായ ഒരു തീക്ഷ്ണത ചിലപ്പോൾ ഒരു ദിവസം 2 ദിവസമൊക്കെ കഴിഞ്ഞപ്പോൾ, ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചിലപ്പോൾ ആ ഒരു തീക്ഷ്ണത പതുക്കെ താഴോട്ട് പോയി കാണും. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രലോഭനം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഒരു വചനം ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കൊരു ഉന്മേഷം നൽകണമെന്ന, ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉന്മേഷമല്ല, നാളെ ഉണരാൻ വേണ്ടിയിട്ടൊരു ഉന്മേഷം. ആ ഒരു ബോധ്യം ഇങ്ങനെ ആയിരിക്കണം. പ്രഭാഷകൻ 51:10, സിറാഖ് 51:30, 30. നിശ്ചിത സമയത്തിന് മുമ്പ് നിങ്ങളുടെ ജോലി പൂർത്തിയാക്കുവിൻ, യഥാകാലം കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും. അപ്പം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കളയുന്ന ഒരു വചനം ആവരുത് ഇത്. കർത്താവെ, ഞാനിത് തീർത്തിട്ടില്ലോ, ഇത് തീർത്തിട്ട് കിടന്നുറങ്ങിയേക്കാം. നോ, അങ്ങനെയല്ല. ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങിക്കോ. എന്നിട്ട് നാളെ രാവിലെ കുറച്ചും കൂടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് മടി പിടിച്ചു, പഴയ തീക്ഷ്ണത പോയി. അതിപ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിലാണെ തന്നെ 2026 ആദ്യത്തെ ദിവസം നല്ലപോലെ പ്രാർത്ഥിക്കാനൊക്കെ തുടങ്ങി, അതൊക്കെ എന്തോരൊക്കെ ആയി തുടങ്ങിയെങ്കിൽ റീസ്റ്റാർട്ട്. എവിടെ ഒന്നും അവസാനിച്ചിട്ടില്ല, ഒരു ബ്ലോക്കും വന്നിട്ടില്ല. ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ചാടിക്കടന്ന് കയറി പോവുക. എവിടെയെങ്കിലും മടി പിടിച്ചിരുന്നാൽ ഇരുന്ന് പോകത്തേ ഉള്ളൂ. ആരും നമ്മൾ കിടന്നു പോകത്തേ ഉള്ളൂ. കിടന്നു പോയാൽ നമ്മളെ ആരും എടുത്തുകൊണ്ട് പോകത്തേ ഉള്ളൂ. സോ വേക്കപ്പ്. ഓക്കെ, ഇന്ന് രാത്രിയിൽ വേക്കപ്പ് അല്ല, നാളെ രാവിലെ വേക്കപ്പ്. ഇന്ന് രാത്രി ശാന്തമായിട്ട് കിടന്നുറങ്ങിക്കോ. നാളെ എഴുന്നേൽക്കുമ്പോൾ ഒറ്റ ബോധ്യം ഉണ്ടായിരിക്കണം. പ്രഭാഷകൻ 51:30, നിശ്ചിത സമയത്തിന് മുമ്പ് എനിക്ക് എൻ്റെ ജോലി തീർക്കണം. പഠിത്തം, ശുശ്രൂഷ, മിനിസ്ട്രി, കുടുംബത്തിൻ്റെ കാര്യങ്ങൾ, ടാർഗറ്റുകൾ എല്ലാം കൃത്യസമയത്ത് തീർക്കാൻ ഒരു തീരുമാനത്തോടുകൂടി ഇന്ന് രാത്രി കിടന്നുറങ്ങുക. അതിനൊരു കൃപ കർത്താവെ തരണേന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് കൃപ തരിക മാത്രമല്ല, നിനക്ക് യഥാകാലം കർത്താവ് പ്രതിഫലം നൽകും. അതുകൊണ്ട് ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ്, ശാന്തമായിട്ട് ഇന്ന് കിടന്നുറങ്ങിക്കോ. നാളെ ഉണർന്നെഴുന്നേറ്റോ. കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉണ്ടാവും. ഓരോ വിശുദ്ധ കുർബാനയിലും കർത്താവ് നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആ കൃപ നഷ്ടപ്പെടുത്തി കളയരുത്. ഓരോ ദിവസവും എവിടെയെങ്കിലുമൊക്കെ ഒരു ക്ഷീണം തോന്നിപ്പോയാൽ, ഒരു ഉന്മേഷം കുറഞ്ഞു പോയാൽ ഓടിപ്പോവുക, കുർബാന അർപ്പിക്കുക, റീസ്റ്റാർട്ട്, റിന്യൂ. കർത്താവിൻ്റെ കരം പിടിച്ച് മുമ്പോട്ട് നീങ്ങുക. ഈശോയെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ അങ്ങേ സ്വപ്നം കാണാൻ കൃപ നൽകണമേ. നാളെ അങ്ങേ മുൻപിൽ കണ്ടുകൊണ്ട് അധ്വാനിക്കാൻ കൃപ നൽകണമേ. നിശ്ചിത സമയത്തിന് മുമ്പ് ഏൽപ്പിക്കപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും പൂർത്തിയാക്കാനുള്ള ഒരു അഭിഷേകം ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് എല്ലാവർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.